സമാധാനത്തിന്റെ വാക്ക് വഅലമൂ അന്ന ഫീകും റസൂലല്ലാഹ്. പേടിക്കണ്ട, ബേജാറാകണ്ട. NRC അല്ല, CAA അല്ല, എന്ത് വലക്കപ്പെണ്ണ് വന്ന പെണ്ണാക്ക് വന്നെങ്കിലും നിങ്ങൾ പേടിക്കണ്ട, ബേജാറാകണ്ട. വഅലമൂ അന്ന ഫീകും റസൂലല്ലാഹ്. നിങ്ങളെ കൂടെ റസൂലുള്ളയുണ്ട്. റസൂലുള്ള നിങ്ങളെ ശ്രദ്ധിക്കുന്നു, നിങ്ങളെ നോക്കുന്നു, നിങ്ങളെ ഗണിക്കുന്നു. ആ ബോധം നിങ്ങൾക്കും വേണം. ഞങ്ങൾ ഈ ഇരുത്തല്ല റസൂലുള്ള കാണുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീന റൗള പച്ചക്കുബ്ബയുടെ താടിയുറങ്ങുന്ന മുത്തു റസൂലുള്ള ഇതെല്ലാം കാണുന്നു. ദേഖ് ജിസ്കെ ജി നഹീ തർതാ ശഹർ മദീന ഹൈ സാ ഹൈ ആംഖോ കോ ജോ ठंडक ബഖ്ശാ ഖുബ്ബത് ഖിസ്റാ ഹൈ സാ ഹൈ ഖുബ്ബത് ഖിസ്റാ ഖുബ്ബത്തുൻ ഖലിറാ. ആ പച്ചക്കുബ്ബ, അതിന്റെ താഴെ ഉറങ്ങുന്ന റസൂലുള്ളാഹ്. ഈ രംഗങ്ങളെല്ലാം കാണുന്നു മുസ്ലിമേ, ഇപ്പോഴും കാണുന്നു മുസ്ലിമേ. ഖുർആനാണ്. ഖുൽ അമലൂ ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ. ആ ഒരു ബോധം എപ്പോഴും നമുക്ക് വേണോ. നന്മകൾ ചെയ്യുമ്പോ, തിന്മകൾ ചെയ്യുമ്പോ, അതേ അല്ലാഹ്ക്ക് വഴിപ്പെടുമ്പോ, ധിക്കാരങ്ങൾ ചെയ്യുമ്പോ റസൂലുള്ള കാണുന്നു, നോക്കുന്നു എന്നുള്ള ബോധം നമുക്ക് വേണോ. അല്ലാഹ് കാണുന്നു, നോക്കുന്നു എന്നുള്ള പേടി നമുക്ക് വേണോ. അപ്പൊ നന്മകൾ കൂടുതൽ കൂടുതൽ ചെയ്യാൻ വേണ്ടി റെഡിയാവണോ. തിന്മകളിൽ നിന്നിട്ട് മാറണോ, തിന്മകളിൽ നിന്നിട്ട് പിന്മാറണോ. അല്ലാഹ് കാണുന്നു, റസൂല് കാണുന്നു എന്നുള്ള ബോധത്തോടെ ഒഴിഞ്ഞു മാറണോ. അല്ലാഹു ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത്, ആദരവ് വലിയ കാര്യമാണ്, വലിയ കാര്യമാണ്. നബി തങ്ങളെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് ആര് ചെന്ന് കേട്ടും ചെല്ലണം. നബി തങ്ങളെ പേര് കേൾക്കുമ്പോൾ അത് ഏടുന്ന് പേര് കേട്ടെങ്കിൽ സലാത്ത് ചെല്ലണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് റേഡിയോയിൽ കേട്ടെങ്കിൽ ചെല്ലണം, അത് ഗിളിന്റെ വായിന്ന് കേട്ടെങ്കിൽ ചെല്ലണം. അവിടെ മജൂലാക്കിനോ, മജൂലാക്കിയത് കൊണ്ട് ആര് പേര് ചെല്ലുമ്പോൾ മോശമില്ല, മനുഷ്യൻ തന്നെ ആണോന്നില്ല. എന്നെ പറ്റി പറയപ്പെട്ടാൽ, എന്റെ പേര് പറയപ്പെട്ടാൽ അത് റേഡിയോയിൽ കേട്ടെങ്കിൽ ആവും, TV 9 ചാനലിൽ TV 9 ചെല്ലിട്ട് ഇങ്ങനെ ഗടിഗടിപ്പിച്ച് ഓപ്പൺ ആക്കാൻ കണ്ട എല്ലാം കണക്കെ 9 കണക്കെ 10 കണക്കെ എവിടെ ഏടെ റസൂലുള്ളാഹിന്റെ പേര് കേട്ടെങ്കിൽ ഞമ്മ സലാത്ത് ചെല്ലണോ. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മുത്തലക്കൻ കബൂൽ ചെയ്യുന്ന ഒരമല്, നിരുപാധികം അല്ലാഹു തള്ളാതെ തട്ടാതെ സ്വീകരിക്കുന്ന അമല്. ഏതൊരാളിൽ നിന്നിട്ടും അല്ലാഹു കണ്ണ് ചിമ്മിട്ട് കബൂലാക്കി ഏറെ പ്രതിഫലം തരുന്ന ഒരമല് സ്വലാത്തു റസൂലില്ലാഹ്. ഇമാം ഇബ്നുൽ ഖയ്യിമുൽ ജൗസി തങ്ങള് മസാലിക്കുൽ ഹുനഫാ, ഇമാം യൂസുഫ് നബഹാനി തങ്ങള് അഫ്ളലുസ് സ്വലവാത്ത് തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ മഹാന്മാർ, ഒരുപാട് മഹാന്മാർ പറഞ്ഞത് കാണാ. കുല്ലു അമലി ഇബ്നി ആദമ ഇമ്മാ മഖബൂലാ വ ഇമ്മാ മർദൂദാ ഇല്ല സ്വലാത്തു അലൻ നബി, ഇല്ല സ്വലാത്തു അലൻ നബി, ഇല്ല സ്വലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തള്ളാത്ത തടയാത്ത അമല്, അല്ലാഹു ഒരിക്കലും റിജക്ട് ചെയ്യാത്ത അമല്, അല്ലാഹു നിരുപാധികം സ്വീകരിക്കുന്ന അമല് സ്വലാത്ത് മാത്രമാണ്. സ്വലാത്തു റസൂലില്ലാഹ്, സ്വലാത്തു ഹബീബില്ലാഹ്. അതുകൊണ്ട് ഹുബ്ബുള്ളവർ നബി തങ്ങളെ മേലെ എപ്പോഴും സലാത്ത് ചൊല്ലണോ. അത് ഹുബ്ബ് കൂടാൻ കാരണമാണ്, മുത്തുനബി തങ്ങളെ കാണാൻ കാരണമാകും. ധാരാളം സലാത്ത് ചെല്ലുന്നവർക്ക് റസൂലുള്ളാഹിനെ കാണും. ഒരാൾ റസൂലുള്ളാഹിനെ കാണുന്നത് കിനാവ് കാണും. റസൂലുള്ളാഹിനെ കിനാവ് കണ്ടെങ്കിൽ അവൻ മരിക്കുന്നതിന് മുന്നേ റസൂലുള്ളാഹിനെ ഉടലോടെ കാണും. പരിശുദ്ധരായ റസൂലുള്ളാഹിനെ തടിയോടെ കണ്ടിട്ടേ മരിക്കൂ. പക്ഷെ റസൂലുള്ളാഹിനെ മരിക്കുന്നതിന് മുന്നേ തടിയോടെ കാണണമെങ്കിൽ ആദ്യം കിനാവിൽ കാണണം. മൻ റആനി ഫിൽ മനാമി സൗഫ യറാനി ഫിൽ ഖലാ ഖാല റസൂലുള്ളാഹി.
എന്നെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ എന്നെ നേരിട്ട് കാണാതെ അയാൾ മരിക്കില്ല. ഹബീബുനാ റസൂലുള്ളാഹ് പൊന്നാര നബിയെ ഒരാൾ കിനാവില് കണ്ടാൽ അത് റസൂലിനെ തന്നെയാണ്, നബിനെ തന്നെയാണ്, ഡൗട്ടില്ല. പിറ്റേന്ന് ഉസ്താദിന്റെ പോയിട്ട് കേൾക്കണമെന്നില്ല. മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി, എന്നെ കണ്ടവൻ എന്നെ തന്നെയാണ് കണ്ടത്. ഇന്ന ശൈത്താന اللهم صل على محمد إن الشيطان لا يتكون بي ولا يتمثل بي. വിവിധങ്ങളായ ഹദീസിലെ കാണാ എന്റെ കോലത്തിൽ വരാൻ ഇബ്ലീസിന് കഴിയില്ല. കിനാവലി ശൈത്താൻ എന്റെ കോലത്തിൽ വരാം ആവേല. ആരെ കോലത്തിലും വരും ശൈത്താൻ, ആരെ കോലത്തിലും വരും. ഇന്ന് ചിലപ്പോ ഉറങ്ങുമ്പോ നിങ്ങൾക്ക് എന്നെ കിനാവലി കാണും. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയല്ലേ 2 മണിക്കൂറും ചിലപ്പോ ഇത് ഉറക്കലും കാണും, എനക്കും കാണും. ചിലപ്പോ എന്നെ മാത്രമല്ല മഹാനരായ വലിയുള്ളാഹി ഹുസൈൻ മുസ്ലിയാരെയും ചിലപ്പോ കിനാവ് കാണും, ശംസുലുലമാനെയും കാണും. പക്ഷെ കണ്ടതെല്ലാം ഓറന്നായിക്കൊള്ളണമെന്നില്ല. അതേ സമയത്ത് അല്ലാന്നുമല്ല. മനസ്സിലാവുന്ന ഔട്ട് ഓഫ് റേഞ്ചിലൊന്നും അല്ലല്ലേ. അപ്പൊ മഹാന്മാരെ മുഹിയുദ്ദീൻ ശേഖ് തങ്ങളെ കണ്ടെങ്കിലും ആരെ കണ്ടെങ്കിലും അത് അവരാകാൻ ചിലപ്പോ ഇബിലീസ് കോല കിട്ടിട്ട് വന്നതാകാം. എന്നെ കണ്ടെങ്കിൽ ചിലപ്പോ അങ്ങനെ അത് ഇബിലീസ് ആവാനേ ചാൻസ്. കാരണം ഞാൻ അതിനൊന്നും കാണാൻ പറ്റിയൊന്നും അല്ല. പക്ഷേ റസൂലുള്ളാഹി തങ്ങളെ ഒരാൾ സ്വപ്നം കണ്ടാൽ അതെങ്ങനെ ഉസ്താദ് അറിയുന്നത്? അത് അറിയും. അത്ര കണ്ട് കാണാൻ ഒരു അവസരം കിട്ടിയെങ്കിൽ അറിയാനുള്ള അവസരം അല്ലാഹു എന്തായാലും ചെയ്യും. ഖാല റസൂലുള്ളാഹി ഖാല റസൂലുള്ളാഹി ഖാല റസൂലുള്ളാഹി. റസൂലുള്ളാഹിനെ കണ്ടവൻ റസൂലുള്ളാഹിനെ തന്നെ കണ്ടു, അതിൽ യാതൊരു ഡൗട്ടുമില്ല. കാണാൻ എന്ത് വേണറിയോ? 2 കാര്യം ചെയ്താൽ മതി. ഒന്ന് കൽബ് നന്നാക്കണോ, പിന്നൊന്ന് വ്യവഹാര വൈവാട്ടവും നന്നാക്കണം. സാമ്പത്തിക ഇടപാട് ഓൻ ഡബിളാജി ആയിട്ടും ഇപ്പോഴും ബഡ്ഡിക്ക് കൊടുക്കുന്നത് നിപ്പിച്ചിട്ടില്ലെങ്കിൽ ഓന് റസൂലുള്ളാഹിനെ പോയിട്ട് നാളെ ആഖിറത്തിലെ അള്ളാഹിനെ പോലും കാണാല. അപ്പോ ഡബിളാജിയല്ല ചെന്ന 9 ഉംറക്കും പോയിനല്ല. ഇപ്പോഴും കടം കെട്ടെങ്കിൽ ചെന്ന തിരിച്ചു വരുമ്പോ എത്ര തരുവേന്ന് തിരിച്ചു കൊടുക്കുമ്പോ ഞാൻ കുറച്ച് ഏറെ കൊടുക്കൽ നല്ലതുണ്ട്. കാരണം എന്താ, ഓൻ 10 സെന്റ് ജാഗ മേങ്ങിനെങ്കിൽ ഞാൻ കടം കൊടുത്ത 50,000, ഓൻ ഓട്ടോറിക്ഷ മേങ്ങിനെങ്കിൽ ഞാൻ കടം കൊടുത്ത 3 ലക്ഷത്തില്, ഓൻ പീടി ഇട്ടെങ്കിൽ എന്റെ കടം മേങ്ങിയ 1.5 ലക്ഷത്തില്. അപ്പൊ എന്റെ ആ കടമാണ് ഓൻ ആ നിലയിലേക്ക് ഉഷാറാക്കിയത്. അപ്പൊ തിരിച്ചു തരുമ്പോ ഒരു കുറച്ച് എന്തെങ്കിലും ഒരു ചായന്റെ പൈസ കൂട്ടി തരല അയാൾക്ക് സുന്നത്തുണ്ട്. ഞാനവിടെ നീ എത്ര തരുവേ പാടില്ല. ഇപ്പൊ കച്ചവടത്തിനല്ല പൈസ കൊടുക്കുന്ന അങ്ങനെ ഞാൻ 1.5 ലക്ഷം അവൻ്റെ ഉണ്ട്, 1.5 ലക്ഷം പീഡൻ്റെ, 1.5 ലക്ഷം പൊന്നിൻ്റെ വീടില്, 1.5 ലക്ഷം ജാക്കറ്റ് PWD കോൺട്രാക്ടറിൽ കൊടുക്കുമ്പോൾ എന്നെ കേട്ടനെ പിന്നെ ചെല്ലും പറഞ്ഞാൽ എത്ര തരുവാൻ. അയാൾക്ക് ഇങ്ങോട്ട് ചെല്ല ശതമാനമൊക്കെ ചെല്ല. എനിക്ക് ലാഭമെല്ലാം ഒരു കൊല്ലത്തിൽ ഇത്ര കിട്ടുന്നു, ഇത്ര തന്നെ തരാനൊന്നും കഴിയാല. നീ തന്നെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിനൊരു ഇത്ര ശതമാനം വെച്ചിട്ട് തരാൻ ഇൻഷാ അല്ലാഹ് ചാൻസ് ഉണ്ട്, എനിക്ക് സാധിക്കും എന്ന് അയാൾക്ക് പറഞ്ഞതിന് തെറ്റില്ല. ശതമാനം അയാൾക്ക് പറയാം, സുലുസ്, സുമുന്, റുബ് ഒക്കെ അയാൾക്ക് പറയാ. ഇമാം മഹല്ലി തങ്ങൾ പറഞ്ഞല്ലോ, അല്ലൂബിലൊക്കെ ഉണ്ടല്ലോ. അതല്ലാതെ ഞാൻ അങ്ങോട്ട് നീ എത്ര തരുവാ, നീ എത്ര തരും, നീ എത്ര തരും, ബഡ്ഡിയാണത്, ബഡ്ഡിയാണത്, പലിശയാണത്. വാങ്ങുന്നവനും കൊടുക്കുന്നവനും അവന്റെ പോയിട്ട് കേട്ടെങ്കിൽ നീ ഏറെ കൊടുക്കുന്നെങ്കിൽ തരും ചെല്ലിട്ട് കടത്തിയോനും കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്. ബഡ്ഡി ഘോരപരാധമാണ്, 7 ബന്ധോസങ്ങളിൽ പെട്ടതാണ്. ആജിയാണത്ര, ഉംറക്ക് പോകുന്ന ആളാണത്ര. 5 നേരം നിസ്കാരം, ബാങ്ക് കൊടുക്കും പുറസത്തില്ല, ഫസ്റ്റ് ലൈനിൽ വന്നിട്ട് ഇമാം സാഹിബിന്റെ വലത്തെ സൈഡിൽ തന്നെ ഉണ്ട്. പക്ഷെ ബഡ്ഡി കൊടുക്കുന്ന ഏൽപ്പിച്ചിട്ട. എന്ത് കാര്യം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ മഹാന്മാരായ പണ്ഡിതന്മാർ കിതാബിൽ പറഞ്ഞ 2 നിബന്ധന. ഒന്ന് കൽബ് നന്നാക്കുക, ഇത് ഫസ്റ്റ് ക്ലിയർ ആണ്. ഈ പുറത്തൊക്കെ കാണുന്ന ഈ മേക്കപ്പ് ഇല്ല, എന്നെ കാണുമ്പോൾ എന്ത് ഫ്രീ അല്ല, നിങ്ങൾ എന്ത് വീട്, എന്ത് ചന്ത, എന്ത് ചിരി, എന്ത് മുകുൾനക, എന്ത് മന്ദസ്മിതം, വരുന്നാളെ ഉള്ളിൽ കളിച്ചോണ്ടുണ്ട്. ഇയാളെന്ന് ചെല്ലിനെ ചെല്ലിക്കൊണ്ടിരിക്കുന്ന ഷാഗ്. അതാണ് കൽബിന്റെ മോശം, അതാണ് കൽബിന്റെ മോശം. ഇയാളെന്താ വന്നിപ്പിക്കാത്ത, ഇത് എണിച്ചിട്ട് പോകാനോ അല്ല ഇരിക്കാനോ അല്ല. ഇയാൾക്ക് എൻ്റെ ആരോഗ്യം ചെല്ലിനാ, ഇയാൾ ബഡ്ഡിന്റെ വിഷയം എടുത്തിട്ടല്ലേ, എൻ്റെ വിഷയം ആരോഗ്യം ചെല്ലിനാ. ഞാൻ ഇരിക്കാത്ത നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ അതാണ് കൽബിന്റെ ദോഷം, അതാണ് കൽബിന്റെ ദോഷം. ഞാൻ നിങ്ങളെ പറ്റി അങ്ങനെ നിരീക്കുന്നവരാണെന്ന് ഞാൻ നിരീക്ഷിച്ചെങ്കിൽ അത് എന്റെ കൽബിന്റെ ദോഷം.
മനസ്സിലായിക്ക്? അപ്പൊ എല്ലാരെ പറ്റിയും നല്ലത് ചിന്തിക്കുക, നല്ലത് മാത്രം കരുതുക, എന്നെക്കാളും നല്ലവരാണെന്ന് കരുതുക. ഇന്നീല അജിദു ഫീ നഫ്സി ഇശ്ശം വലാ ഹസദൻ അലാ അഹദിൻ മിനൽ മുസ്ലിമീൻ. ഇമാം ഗസാലി തങ്ങൾ ഇഹ്യായിൽ ഉദ്ധരിച്ച ഹദീസാണ്. മഹാന്മാർ പറയുന്നു, സഹാബി പറയുന്നു, അതെ, എനിക്കാരോടും പകയില്ല, ഒരാളോടും ഹസദില്ല, അസൂയയില്ല, വൈരാഗ്യമില്ല. അങ്ങനെയുള്ള കൽബ് വേണോ? വ്യാപാര വ്യവഹാര വഴിവാട്ടോ ക്ലിയർ ആകണം. എങ്കിൽ അയാൾ റസൂലുള്ളാനെ കണ്ടിരിക്കും കേട്ടോ, ഹബീബുള്ളാനെ കണ്ടിരിക്കും കേട്ടോ. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. മഹാനായ സഫ്വാൻ, മഹാനായ ഖത്താദ, മഹാനായ സഹാബി സഫ്വാൻ ഇബ്നു ഖത്താദ റളിയല്ലാഹു അൻഹു മുത്തുനബി തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് പറയുകയാ, നബിയേ, ഹിജ്റ പോയി, സഹാബത്തും റസൂലുള്ളാഹിയും ഹിജ്റ പോയി. അവിടുന്ന് നബി തങ്ങളെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്തിട്ട് അങ്ങോട്ട് യാത്ര പോയ സഹാബിയാണ് മഹാനർ. മുസ്തഫായ നബിയോട് പറയുകയാണ്, പൊന്നാര നബിയേ, ഇന്നി ഉഹിബ്ബുക യാ റസൂലല്ലാഹ്. നബിയേ, അങ്ങയോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയേ, വലിയ പിരിശമാണ് നബിയേ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ള പറഞ്ഞ മറുപടി എന്തറിയാ? അൽ മർഉ മഅ മൻ ഹബ്ബാ. എന്നെയാണ് നിനക്ക് പിരിശമെങ്കിൽ എന്റെ കൂടെ നീ സ്വർഗത്തിലാണ്. കള്ളന്മാരെയാണ് പിരിശമെങ്കിൽ അവരെ കൂടെ നാളെ പരലോകത്ത് ശിക്ഷയിലാണ്. ആരെയാണോ പിരിശം വെക്കുന്നത് അവരോടൊപ്പമാണ് നീ. അപ്പൊ റസൂലുള്ളാഹിനെ ഹുബ്ബ് വെച്ചാ ഇത് ഹുബ്ബിന്റെ ഭാഗമാണ്. പിന്നെ ഇനി ഹുബ്ബ് വെക്കുമ്പോ ചില ആൾക്കാർ പറയുന്നുണ്ട്, നിങ്ങക്കെന്തോ ഹുബ്ബ്, നിങ്ങൾ റസൂലുള്ളാഹിന്റെ പെണ്ണുങ്ങളെ ഭാഗത്തെ കുറിച്ച് കിടാക്ക നല്ലോണം സൗണ്ട് ആക്കുന്നൊന്നും കൺട്രോൾ ആക്കി ജോറാക്കണ്ട. കാരണം വലിയോർക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടായി പോകും. ഞാൻ നിർത്തുന്നതിന് ഒരു 5 മിനിറ്റ്. ചില മനുഷ്യന്മാർ പറയലുണ്ട് ഇങ്ങോട്ടേക്ക് അവർ ഈ ഹുബ്ബിനും ഇഷ്കിനും ലിമിറ്റ് വെക്കുന്നതാണ്. സത്യത്തില് മഹാന്മാർ പറഞ്ഞത് കാണാ, എല്ലാ ആൾക്കാരും പറഞ്ഞത് കാണാ, ഏതിനും ഇത്തിമിത്തി പറയാമെങ്കിലും, ഏതിനും ഒരു ലക്ഷ്മണ രേഖ വരക്കാമെങ്കിലും ഹുബ്ബിനും ഇഷ്കിനും ഇത്തിമിത്തി പറയാൻ പറ്റാല. അതിന് നിയമം ബാധകവുമല്ല. മുറാഅത്തുൽ ആദാബി ഔലാ മിനൽ അഹ്കാമി. അത് ഇഷ്കിന്റെയും ഹുബ്ബിന്റെയും ഭാഗം. അപ്പൊ ഒരാൾ ചെന്നാണ് റബീഉൽ അവ്വൽ പറയലുണ്ട്, എന്തെന്ന്? റബീഉൽ അവ്വൽ നബി തങ്ങളെ പെറ്റ നാളല്ലേ, അന്ന് നോമ്പ് നോക്കാനല്ലേ റസൂലുള്ളാഹി പറഞ്ഞിനെ, നിങ്ങൾ നോമ്പ് നോക്കുന്ന നിങ്ങൾ പൊക്കിൾ വിരിയോളം ലാട് തിന്നല്ലേ? ഞങ്ങൾ പൊക്കിൾ വിരിയോളം ലാടും തിന്നും ചെറുമുരിയും തിന്നോ, അത് തിന്നാൻ പാടില്ല നേടുന്ന ഹദീസിലുണ്ടാ? ഇല്ലല്ല. ഇഷ്ക് ഭക്ഷണം കൊടുത്തിട്ട് പോവും. റസൂലുള്ളാഹിനോടുള്ള മഹബത്ത്, അള്ളാഹ്ക്ക് ചെയ്യുന്ന ഇബാദത്ത്, അവനോടും റസൂലുള്ളാഹിനോടും പ്രകടിപ്പിക്കുന്ന മഹബത്തിന്റെ ഭാഗം, ആ ഇഷ്കിന്റെ ഫലമായിട്ട് ചെയ്യുന്ന കർമ്മം, അത് നോമ്പുവാവും, നിസ്കാരവും, സുജൂദ് വർദ്ധിപ്പിക്കലാവും, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കലാവും, നബിദിനത്തിന് കുട്ടികൾക്ക് പാടിക്കൊടുത്താവും, പ്രോത്സാഹന സമ്മാനാവും, ഉസ്താദന്മാർക്ക് കൈമടക്കിട്ടാവും, ഇതുപോലെയുള്ള പരിപാടി വെച്ചിട്ടാവും. അത് വ്യത്യസ്തമായ വെറൈറ്റി ഐറ്റംസ് ആണ്. ശുക്ർ, നന്ദി, ഇങ്ങനെ തന്നെ പ്രകടിപ്പിക്കണമെന്ന് ആർക്കും പറയാൻ കഴിയില്ല, പ്രത്യേകിച്ച് ഹുബ്ബിന്റെയും ഇഷ്കിന്റെയും ഭാഗമായിട്ട്. അവിടെ പിന്നെ നിയമം നോക്കാനില്ല. മഹാനായ ഇങ്ങോട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇമാം നസായി അതുപോലെയുള്ള പണ്ഡിതന്മാരൊക്കെ ഉദ്ധരിച്ച ഹദീസാ. മഹാനായ അബൂ മഹദൂറ, മുത്തുനബി തങ്ങളെ സഹാബിയാണ്. മഹാനരുടെ പ്രത്യേകത എന്താ പറയാ? മഹാനർക്ക് നീണ്ട മുടിയാണ്, വലിയ മുടി, പെണ്ണുങ്ങളെ പോലെ. മുടി വെക്കുന്നതിന് നിയമമില്ല ഇസ്ലാമില്. വെക്കുന്നെങ്കിൽ ചന്തത്തിൽ ചെമ്പാപ്പ് പോലെ വെക്കണോ, പെർഡിയോളം വെച്ചിട്ട് പിന്നെ കട്ടാക്കണോ, വയുദ്ധാനോ, എണ്ണ ഇതെല്ലാം ഇട്ടിട്ട് നല്ല പോലെ ചന്തത്തിൽ പോറ്റണോ, ബിർക്കുള് വാത്തുമാനെ പോലെ ആയിരണ്ട. തിരിഞ്ഞെനിക്ക് മുടി വെക്കുന്നെങ്കിൽ അങ്ങനെ വെക്കണമെന്നല്ല, വെക്കുന്നെങ്കിൽ അങ്ങനെ. നാളെ എല്ലാവരും ഇങ്ങനെ വെച്ചിട്ട് കൊടുത്തോളം പറഞ്ഞൊന്നുമില്ല. വെക്കുന്നെങ്കിൽ അങ്ങനെയാണ്. പൂവൻ കോയി മുട്ട വെക്കല്ല. ഒരാൾ കേൾക്കുന്നത് കിണറ്റിന്റെ തിട്ടയില് പൂവൻ കോയി മുട്ട വെച്ചെങ്കിൽ എന്താവും? വെച്ചെങ്കിൽ തറക്ക് വീതും. അല്ല വെക്കലല്ലേ നീ കേട്ടത്? വെച്ചെങ്കിലല്ലേ വെച്ചെങ്കിൽ വീതും. വെക്കലെന്ന് എല്ലാവർക്കും ഉണ്ട്.
മുടി വെക്കണം നല്ലതല്ലേ? വെക്കണമെങ്കിൽ ഇത്തരാണ്, ഇത്തര കൂടത്തോളം വെച്ചിട്ട് കട്ടാക്കണോ? കട്ടാക്കിയിട്ട് വട്ടാരിട്ടാൽ മതിയാവല്ലോ, സത്യസായമാനെ പോലെ. അതിനെ അയാൾ വട്ടാരിട്ടിട്ടാവോ? അയാളേതായ ചന്തത്തിൽ തന്നെ വെച്ചിട്ട് അയാൾ കുറ്റം പറഞ്ഞതാക്കണ്ട. അതിനെ നല്ല ചന്തത്തിൽ എണ്ണലിട്ട് മട്ടം പോലെ ഭാരി നല്ലൊരു ഇല്, നല്ലൊരു ഒരു ഇല്. ഇനി കളയുന്നെങ്കിലാ ഒരുപോലെ കളയും. സൈഡ് മാത്രം ചൊറണ്ടിട്ട് എന്ത് അപ്പാച്ചി കട്ട്, അമ്മാച്ചി കട്ട്, ബാപ്പൂജി കട്ട്, ഈ ഒരു കട്ടും പറ്റാല. ഇന്നത്തെ ഈ ഹെയർ സ്റ്റൈലില്ലേ ഞങ്ങളെ യൂത്ത് വിങ്ങിന്റെ, യൂത്ത് വിങ് അല്ല ഇപ്പത്തെ മൂത്ത വിങ്കും കണക്കെ വേണമെങ്കിൽ മൂത്ത വിങ്ങിന്റെ അല്ലേ ഏറെ. യൂത്ത് വിങ് പിന്നെയോ യൂത്ത് വിങ് അങ്ങനെ അതിനെ വലിയ കുറ്റപ്പെടുത്തണമെന്നില്ല. കാരണം എന്താ, അവരെ പ്രായം അതാണ്, അവർക്ക് കുറച്ച് ചപ്പളത്തെ കൂടുതലാണ്. അതേസമയത്ത് മൂത്ത വിങ്ങിന് ഇപ്പോഴും വെടിപൊട്ടിയില്ലെങ്കിൽ എന്നെ പോട്ടനെ. മൂത്ത വിങ്കും യൂത്ത് വിങ്കും ഒരുപോലെ എങ്ങനെ 40 വയസ്സ് കഴിഞ്ഞിട്ടും കുറച്ചെങ്കിലും ഒരു മാറ്റം ഇല്ലെങ്കിൽ അയാളെ സംസാരത്തില്, സംസ്കാരത്തില്, വേഷഭൂഷണങ്ങളില്, ചെയ്യുന്ന കർമ്മങ്ങളില്, ഇടപെടുന്ന ഇടപാടുകളില് ഒരു 40 ആണ്ട് കഴിഞ്ഞിട്ടും ഒരു ചേഞ്ച് ഇല്ലെങ്കിൽ ഇനിയോ ജന്മത്തിൽ നേരാവേ. അള്ളാഹു ഞങ്ങളെ നല്ലവരെ ബർക്കത്തുകൊണ്ട് നന്നാകട്ടെ. അപ്പൊ ഞാൻ പറയുന്നത്, ഞങ്ങൾ ഇന്നത്തെ യൂത്ത് വിങ്ങിന്റെ ഹെയർ സ്റ്റൈൽ എല്ലാം കാണുമ്പോൾ ഒരിക്കലും അല്ല പൊരുത്തപ്പെടാത്തതാണ്, ഒരിക്കലും അല്ല പൊരുത്തപ്പെടാത്തതാണ്. വെക്കുന്നെങ്കിൽ ഒരുപോലെ വെക്കണം, എടുക്കുന്നെങ്കിലും ഒരുപോലെ എടുക്കണം, ഒരുപോലെ എടുക്കണം. മൊട്ടാക്കാൻ അവസ്ഥ ആക്കാൻ വയ്യോ ചൂസു. കിബിറ് വന്നോ, എന്റെ മുടി നോക്കറാ, എന്റെ സ്റ്റൈൽ ആഹാ എന്ന് തോന്നെങ്കിൽ മൊട്ടടിക്കൽ സുന്നത്താണ്. അല്ലെങ്കിൽ ജായിസാണ്, പറ്റും. അലി റളിയല്ലാഹുവിനൊക്കെ മൊട്ടടിച്ചിട്ടുണ്ട്. മൊട്ടനെ അടിക്കണേ ബേജാറാണ്ട. ഇയാൾ ചെല്ലിയിട്ട് മൊട്ടടിക്കണമെന്നല്ലേ ഇല്ലേ, മൊട്ടടിക്കണമെന്നല്ലേ ഇല്ലേ. എടുക്കുന്നെങ്കിൽ ഒരുപോലെ എടുക്കണോ, വെക്കുന്നെങ്കിലും ചന്തത്തിൽ ചെമ്പാപ്പ് പോലെ ഒരുപോലെ വെക്കണോ. ഇതാണ് നിയമം. ഈടെ നോക്കി നിയമത്തിന് എതിരായിട്ട് ഒരാൾ പോയി. ആരി ആരി നിങ്ങമർ ആരി 10,000 ഒന്നും മതിയാവല. ഭയ പോകുമ്പോ 12 തന്നെ തരേണ്ടി വരും. മഹാനായ അബൂ മഹദൂറ, മഹാനർ മുടി കളയുന്നേ ഇല്ല. മുടി അങ്ങനെ വെച്ചിട്ട് ഫുള്ളു. ഈനെ മഹാൻ എന്താക്കെന്ന് പറഞ്ഞാൽ ചുരുട്ടിയിട്ട് ഇങ്ങനെ തലയുടെ മീത്ത വെക്കും, എന്നിട്ട് തൊപ്പിയാ തലയിൽ കെട്ടാ കെട്ടും. എപ്പോഴും മുടി ഇങ്ങനെ ഫുള്ളു. പെണ്ണുങ്ങൾ കൂടി അത്ര മുടിയില്ല അവിടെ. ഇയാള് മുടി എടുക്കുന്നേ ഇല്ല. ഒരവസരം സഹാബികൾ കേട്ടു, അല്ല തഹ്ലിക്കിയ അബൂ മഹദൂറ മുടി കളയുന്നില്ലേ, ചെറുതാക്കുന്നില്ലേ, കട്ടാക്കുന്നില്ലേ, അല്ല മൊട്ടാക്കുന്നില്ലേ, എന്തിന് ഇങ്ങനെ ഇത്ര അല്ലോ? മഹാൻ പറഞ്ഞു, ലാ അഹ്ലിക്കുക, ഇല്ല, കളയില്ല, എന്റെ മുടി ഞാൻ തൊടല. എന്തുകൊണ്ട് ഖദമസ്സഹ റസൂലുള്ളാഹ്, പുണ്യനബിയുടെ തിരുഹസ്തം പതിഞ്ഞ മുടിയാണത്. പരിശുദ്ധ റസൂല് തൊട്ട മുടിയാണത്. ബർക്കത്തേറ്റ മുടിയാണത്. കാരുണ്യക്കടലിന്റെ തിരുകരം പതിഞ്ഞ മുടിയാണത്. അത് കളഞ്ഞിട്ട് ബർക്കത്ത് കുറക്കാൻ എനിക്ക് പറ്റല. ഞാൻ കളയില്ല. നോക്കൂ, നിയമത്തിന്റെ അപ്പുറാണ് ഇഷ്കും ഹുബും. പിന്നെ അത് ഇങ്ങനെ പോണോ? ഹുബ് ഉണ്ടെങ്കിൽ എന്തോ ഒരാൾ ചിലെന്ന് പറഞ്ഞ റബീഉൽ അവ്വലിൽ നിങ്ങൾ നബി ജനിച്ചെന്ന് പറഞ്ഞിട്ട് സന്തോഷിക്കുന്നല്ലേ? അന്നല്ലേ റസൂലുള്ള വഫാത്തായിനെ. അപ്പൊ കണക്കിന് നിങ്ങൾ കരയേണ്ടിയല്ലേ? കേൾക്കുമ്പോ വിചാരിക്കണോ ഇപ്പൊ കരഞ്ഞു കഴിഞ്ഞ കണ്ണെ പുറത്തൊക്കെ വന്നിനി. അല്ല, ഓൻ കേൾക്കുന്ന വിഷയം കേൾക്കുമ്പോ വിചാരിക്കണോ അങ്ങനെ നിങ്ങൾ കരയേണ്ടിയല്ലേ? ഈ ചെന്നോ അല്ല, ഓന്റെ ചോദ്യം കേട്ട് വിചാരിക്കണോ കഞ്ഞു കാറ്റി ഓന്റെ കണ്ണിന്റെ കുഞ്ഞെ പുറത്തൊക്കെ വന്നിനി. സത്യം പറഞ്ഞാൽ നിയമത്ത് കിട്ടിയതിന്റെ പേരിൽ സന്തോഷിക്കലാണ് പ്രധാനം. ആ നിയമത്ത് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ദുഃഖിക്കലല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന വലിയ നിയമത്തിന്റെ ആ വിടവ് നഷ്ടമല്ല. ഹയാത്തി ഖൈറുൽ ലക്കും വ മമാത്തി ഖൈറുൽ ലക്കും, രണ്ടും നിങ്ങൾക്ക് ഗുണമാണ്. അപ്പൊ പിന്നെ സന്തോഷിക്കേണ്ട വേണം. അത് റസൂലുള്ളാഹി മരിച്ചു എന്നതിന്റെ പേരിലല്ല സന്തോഷിക്കുന്നത്. ഒരാൾ മരിച്ചു എന്നതിന്റെ പേരിൽ സന്തോഷിക്കാൻ രണ്ടാൾക്കേ ചാൻസ് ഉള്ളൂ ഇസ്ലാമില്. മരിച്ചതിന്റെ പേരിൽ ദുഃഖാചരണ, ഷോക്കാചരണ, ഹർത്താള്, അത് ഇത് ഈ താള് മറ്റേ താള്, അതൊന്നും ഇസ്ലാമികല്ല. ഇസ്ലാമിൽ അങ്ങനെ ഇല്ല. ഒരാൾ മരിച്ചാൽ ദുഃഖിക്കുന്നെങ്കിൽ, ശോകാചരണം നടത്തുന്നെങ്കിൽ 3 നാൾ. അതാണ് തഅസിയത്ത്, കണ്ണോക്ക്. ഇത് ഇയാൾ വിളിച്ചിട്ട്, ഹലോ നിങ്ങ പുറത്തുണ്ടാ? എന്താ ജാർ? എന്തില്ല, അത് അയാൾ മരിച്ചിനല്ലോ. ഇന്ന് 9 നാളായി ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ടാ. നീ ഒരിക്കൽ വന്നിനെങ്കിലും അകത്തെ പോയിട്ട് ഒരിക്കൽ കണ്ണോക്കിന് പോയിട്ട് വന്നറാ. നീ മരിച്ചിട്ട് 9 നാളായി. ഇപ്പൊ നീ പോയ പോക്കിന് കൂലിയുണ്ട്, പക്ഷെ കണ്ണോക്കിന്റെ കൂലിയില്ല. കണ്ണോക്ക് 3 ദിവസം. ഹലോ അല്ലേ? പോയതിന് കൂലിയുണ്ട്. അവിടെ ഓതണോ, ദ്യാരക്കണോ, എല്ലാം ആക്കണോ. പക്ഷെ ഇത് ബായിൽ കണ്ണോക്ക് 48 കണ്ണോക്കനെ കണ്ണൂരിൽ പുതിയാപ്പിളയാലും പോലെ.
നമ്മളെ കണ്ണൂരില് അയാള് മങ്ങാലായിട്ട് 89 ആണ്ടായിന് പല്ല് പോയിട്ട് അവസാനം പൂച്ചന്റെ പല്ല് വന്നിന് എന്നും വിളിക്കുന്നത് അറിഞ്ഞ പുതിയാപ്പിള വന്ന് എന്ന പോലെ മരിച്ചിട്ട് 34 നാളായി. ഇപ്പൊ ചെന്ന് കണ്ണോക്കിന് പോയിട്ട് വരാം. ഇനി കണ്ണോക്കില്ല. അത് 3. അപ്പൊ ആ 3 മാത്രമാണ് ആ ദുഃഖാചരണം. പിന്നെ ഭാര്യ ഭർത്താവ് മരണപ്പെട്ടതിന്റെ പേരിൽ 3 മാസം അല്ലെങ്കിൽ 4 ദിവസം 10 ദിവസവും 4 മാസം 10 ദിവസവും ഈ 2 അവസരങ്ങളിലല്ലാതെ ഒരാളെ മരണത്തിന്റെ പേരിൽ ദുഃഖിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അപ്പൊ റസൂലുള്ളാഹി തങ്ങളുടെ മരണം തിങ്കളാഴ്ച നടന്നു എന്നത് വാസ്തവമാണ്. പ്രബലപക്ഷവും അത് തന്നെയാണ്. ജനിച്ചത് 12-നാണ് എന്നതിനേക്കാൾ ഏറെ അതും പ്രബലം തന്നെയാണ്. അതിനേക്കാളും വലിയ പ്രബലപക്ഷമാണ് മരണപ്പെട്ടു 12-നാണ് എന്നത്. സത്യത്തിൽ അവിടെയും തർക്കമുണ്ട്. ജനിച്ചതിൽ മാത്രമല്ല തർക്കം, മരണപ്പെട്ട ദിവസത്തിലും മാസത്തിലും തർക്കമുണ്ട്. അതിൽ ചരിത്രത്തിന്റെ പ്രമാണങ്ങളുടെ പ്രാമാണിക പക്ഷം 12-നാണ്. അപ്പൊ അവിടെ ദുഃഖിക്കണമെന്നില്ല. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെന്ന വലിയ നിയമത്ത്, അതേ അക്ബറുൻ നിയമ, അഫ്ളലുൻ നിയമ, ആ നിയമത്തിന്റെ പേരിൽ സന്തോഷിക്കണേ. അല്ലാഹു തആല ഖുർആനിൽ തന്നെ പറഞ്ഞല്ല, സന്തോഷിച്ചോളൂ നിയമത്തിന്റെ പേരില്. ആ റസൂലുള്ളാഹിനോടുള്ള ഹുബ്ബ് അത് ഞങ്ങളെ ഖൽബിൽ എപ്പോഴും വേണം. ആ റസൂലുള്ളാഹിനോടുള്ള ഇഷ്ക്, ആ റസൂലുള്ളാഹിന്റെ സുന്നത്തിനോട് പാലിക്കുന്ന മര്യാദ, അത് ചെയ്യാനുള്ള വലിയ നിർബന്ധ ബുദ്ധി നമുക്കൊന്നും ഉണ്ടാവണം. നീ എന്താ തല മറിച്ചിട്ട് നിസ്കരിക്കാഞ്ഞേ? തൊപ്പി അങ്ങനെ ഔത്തുകൊണമെന്നില്ല, പരന്നോണമെന്നില്ല. കൂടെ കമ്മിറ്റിക്കാരന്റെ വെച്ചിനല്ലേ. ഇപ്പൊ അങ്ങനെ ഇപ്പൊ പള്ളി കുടിയായിട്ടില്ലെങ്കിലും പള്ളിന്റെ മിനാരത്തിന്റെ പണി പാതിയിലായില്ലെങ്കിലും ഹൗലിന്റെ ഓടെ തണ്ണി വരാൻ വേണ്ടിയിട്ട് ടാപ്പ് ഫിറ്റാക്കിയിട്ടില്ലെങ്കിലും പള്ളിന്റെ ഉള്ളിൽ 2 കാര്യം കമ്മിറ്റിക്കാർ മുന്നേ എത്തിക്കുന്നു. ഒന്ന് തൊപ്പിയും പിന്നെ ഒന്ന് കുർസും കസാര. അത് മുന്നേ കസാരലി ആര് നിസ്കരിക്കണോ എങ്ങനെ നിസ്കരിക്കണോ നല്ല കിതാബിലുണ്ട്. ഇത് ഓൻ വടി പോലെ ഓൻ ജിമ്മിന് പോയ സ്റ്റൈലല്ലേ. വന്നിട്ട് ഒരേ ഇരുത്തം അല്ലാഹു അക്ബർ എന്ന് പറ്റോ? ഈ ചങ്ങായിക്ക് റുക്കൂന് പോകാനാന്നില്ല ഉസ്താദ്. റുക്കൂന് എത്ര പോണ്ടിയ? ഇത്തര അല്ലേ. ഓൻ ഈ കുർസ് എടുക്കാൻ വേണ്ടി ബഗ്ഗുമില്ല. ഓന്റെ മൊബൈൽ താഴേക്ക് വീണ. അപ്പൊ സുജൂദിന് പോയ മൊബൈൽ എടുക്കാന് അപ്പൊ ഒരു പ്രശ്നമില്ല. ഓൻ ഈ റുക്കൂന് വെക്കാനാന്നില്ല. എന്നിട്ടും കുർസിലിരുന്നെ അല്ല. ഇതിന്റെ വജ എന്താണ് ഉസ്താദ് കേക്കി? അങ്ങനെ തോന്നിയ പോലെ കുറിച്ചിട്ട് നിസ്കരിക്കാൻ പറ്റാല. അത് മംഗലത്തിനോടെ പറ്റി കട്ടൻ ചായ കുടിക്കുക കുറിച്ചിട്ടിട്ട്. നിസ്കാരത്തിന് ഒരുപാട് നിയമതുണ്ട്. ഇരിക്കട്ടെ വീട്. ഈ തൊപ്പിയും കൊണ്ട് അവിടെ കിട്ടുള്ള കണക്കിന് അപ്പാ അതിന്റെ തന്നെ സ്പെഷ്യൽ ഗോണി ചീല ഡ്രമ്മും തൊപ്പി നിറച്ചിട്ട് ഒരു കണക്കിന് അത് വെക്കാതിരിക്കുന്നത് നല്ലത്. എന്തറിയോ, പുരം തന്നെ കൊണ്ടുവരണം. തൊപ്പിയും തലയിൽ കിട്ടും. കാരണം അത് എല്ലാവരും യൂസ് ആക്കുന്നതാണ്, പ്രത്യേകിച്ച് കൊറോണ കാലത്ത്. ഓരോരോ മനുഷ്യന്മാർ തലക്ക് ഷാമ്പു മാത്രമല്ല ഇടുന്നത്, ഡാമറ കിട്ടിട്ടാണ് പള്ളി കയറുന്നത്. അത് ഹൗദിന്റെ തണ്ണി കാണും പറഞ്ഞു. അവനും വെച്ചില്ല തൊപ്പി. ഷാമ്പുട്ടവനും വെച്ചിനോ, ചൊറിയുള്ളവനും വെച്ചിനോ, കുരുവുള്ളവനും വെച്ചിനോ. അപ്പൊ അതിനെ വെക്കുന്നതിനെ കാട്ടിയ നല്ലൊന്ന് കീശലെ മടക്കിൽ വെച്ചെങ്കിൽ തലമറക്കൽ സുന്നത്താണ്. അത് റസൂലിന്റെ സുന്നത്ത്. നിയന്ത്ര തലമറക്കാഞ്ഞേ അത് സുന്നത്തല്ലേ? സുന്നത്തല്ല. എന്നിട്ട് ഒഴിവാക്കണമെന്നല്ല, ചെയ്യണമെന്നാണത്, ഒഴിവാക്കണമെന്നല്ല. ഹബീബായ നബി തങ്ങളെ ആളാണെങ്കിൽ, ഈമാനിന്റെ ഹലാണെങ്കിൽ, മുത്തുനബി തങ്ങളോട് ഹുബ്ബുള്ളവനാണെങ്കിൽ, ഹബീബായ നബി തങ്ങളോട് ഇഷ്കുള്ളവനാണെങ്കിൽ, ആ നബിയോടൊപ്പം നാളെ ചേരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതേ നീ ആ സുന്നത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണ. വള്ളി മൗലിദ് മതിയാവല, മധുമാല മാത്രം മതിയാവല, വള്ളി റബീഉൽ അവ്വലിന്റെ ഷീറിന് കൊടുത്തത് മാത്രം മതിയാവല. ഹബീബായ നബി തങ്ങളെ സുന്നത്ത് ജീവിതത്തിന്റെ ഭാഗമാക്കണേ. സലാത്ത് വർദ്ധിപ്പിക്കണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുന്നു. മഹാനായ തങ്ങളും മറ്റു ബന്ധപ്പെട്ടവരൊക്കെ ഉണ്ട്. നല്ലൊരു മജ്ലിസ്, നിറഞ്ഞ മജ്ലിസ്. വലിയവരായ ആലിമീങ്ങൾ, ദീനിന്റെ വലിയ ഖാദിമീങ്ങളും അല്ലാഹു തആലാന്റെ ജോലി ദുനിയാവിൽ ചെയ്യുന്നവന്റെ യഥാർത്ഥ അടിമകളുമായ ആലിമീങ്ങളും നമ്മുടെ കൺകൊണ്ട് കാണുന്ന മലായികത്തീങ്ങളാണെന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞ മുത്തഅല്ലിമീങ്ങളും നല്ലവരായ വയസ്സന്മാരും നാട്ടിന്റെ നേതാക്കളും പിരിശപ്പെട്ട ബാല്യക്കാരും ഉമ്മുപെങ്ങന്മാരുമുള്ള ഒരു നിറഞ്ഞ മജ്ലിസ് അല്ലാഹു കബൂലാക്കട്ടെ. ആമീൻ ചൊല്ല്. അല്ലാഹു കബൂലാക്കട്ടെ. അമലുകളൊന്നുമില്ലാത്ത, നന്മകളൊന്നുമില്ലാത്ത നമ്മളിൽ നിന്ന് ദുനിയാവും പ്രത്യേകിച്ച് നാളെ പരലോകവും
എല്ലാം കൊണ്ടും രക്ഷപ്പെടാനുള്ള വലിയൊരു അമലായി അല്ലാഹു ഈ കർമ്മത്തെ കബൂലാക്കട്ടെ. അല്ലാഹു കബൂലാക്കട്ടെ. ഇത്തരം കാര്യങ്ങൾക്ക് കർമ്മങ്ങൾക്ക് ഏറിയ ഇഖ്ലാസും ഏറിയ ആയുസ്സും ആരോഗ്യവും ഏറിയ ഇൽമും ഓർമ്മശക്തിയും ഏറിയ ശബ്ദവും ഇഖ്ലാസും അല്ലാഹു നമുക്കെല്ലാവർക്കും ഏറ്റി നൽകട്ടെ. പറഞ്ഞതൊക്കെയും നമുക്കും കേട്ടവർക്കും അല്ലാഹു ഉപകാരപ്പെടുത്തട്ടെ. മുത്തു റസൂലുള്ളാഹി തങ്ങളോട്, മുത്തു ഹബീബുല്ലാഹ് തങ്ങളോട്, മുത്തു ഹബീബുല്ലാഹ് തങ്ങളോട് ഏറിയ മഹബത്ത്, ഏറിയ ഇഷ്ക്, ഏറിയ ഇത്തിബാ, ഏറിയ ഇതാഅത്ത് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ നല്ല മജ്ലിസ് അല്ലാഹു കബൂലാക്കട്ടെ. ഈ ചെയ്ത നന്മകളുടെ പ്രതിഫലം, ഈ ചെയ്ത നന്മകളുടെ ഓരോ കൂലിയും അണുമണി തൂക്കം പോലും കുറക്കാതെ കുറയാതെ ഞങ്ങളെ ഉമ്മാക്ക്, ഞങ്ങളെ ബാപ്പാക്ക്, ഞങ്ങളെ പള്ളി മൈതാനിൽ മരിച്ചു കിടക്കുന്നവരിലേക്ക്, എല്ലാ മുഅ്മിനും മുഅ്മിനാത്തുകളുടെ അർവാഹുകളിലേക്ക്, മുത്തു റസൂലുള്ളാഹി തങ്ങളിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്ക്, നമ്മുടെ ഉമ്മ ബാപ്പമാര്, ഭാര്യ മക്കള്, മക്കളെ മക്കള്, സഹോദരി സഹോദരന്മാര്, കൂട്ടുകുടുംബക്കാര്, അയൽവാസികള്, ഉസ്താദുമാര്, ശിഷ്യന്മാര്, സ്നേഹിതന്മാര്, ഈ പരിപാടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവര്, അധ്വാനിച്ചവര്, സഹായിച്ചവര്, വാഗ്ദാനം ചെയ്തവര്, ഇതിനു വേണ്ടി രാപ്പകലില്ലാതെ ഓടി നടന്ന പ്രസിഡന്റ്, സെക്രട്ടറി, ഫൈസി അടക്കമുള്ള ഇതിന്റെ നേതാക്കള് എല്ലാവർക്കും അല്ലാഹു ആഫിയത്തും ആരോഗ്യവും ഏറ്റിക്കൊടുക്കട്ടെ. നിറഞ്ഞ സന്തോഷം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഞങ്ങളിൽ നിന്നിട്ടല്ല ഇത് കബൂലാക്കട്ടെ. ഞങ്ങളിൽ നിന്നിട്ടല്ല ഇത് കബൂലാക്കട്ടെ. അവന്റെ കൃപ കൊണ്ട്, അവന്റെ ഔദാര്യം കൊണ്ട്, അവന്റെ റഹ്മത്ത് കൊണ്ട് അല്ലാഹു ഇത് കബൂലാക്കട്ടെ. അവന്റെ മഹബൂബീങ്ങളിൽ, അവന്റെ മുത്തഖീങ്ങളിൽ, അവന്റെ സ്വാലിഹീങ്ങളിൽ, അവന്റെ ഉഖ്റവിയായ ആലിമീങ്ങളിൽ, അമിലീങ്ങളായ ആലിമീങ്ങളിൽ, അതേ നല്ലവരായ വാഇലീങ്ങളിൽ അല്ലാഹു ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഉൾപ്പെടുത്തട്ടെ. ഈ നല്ല മജ്ലിസിൽ ദുആരക്കുമ്പോ ഒരുപാട് മുറാദുണ്ട്, ഉദ്ദേശങ്ങളുണ്ട്. മേലായ റബ്ബ്, കാരുണ്യവാനായ റബ്ബ് അവന്റെ അപാരമായ കാരുണ്യം കൊണ്ട് അത് ഹാസിലാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് കടങ്ങളുണ്ട്, കൊടുക്കാനുണ്ട്, കിട്ടാനുണ്ട്. രണ്ടിനും അല്ലാഹു ഹലാലായ മനസ്സും മാർഗവും എളുപ്പത്തിൽ തുറന്നു തരട്ടെ, പെട്ടെന്നാക്കി തരട്ടെ. മരണം ഖൈറായി വരുമ്പോ അല്ലാഹു കാമിലായ ഈമാനോടെ സലാമത്താക്കട്ടെ. എല്ലാരും ചെല്ല്, എല്ലാരും ചെല്ല്, ഒന്നിച്ച് ചെല്ല്, ഇരിക്കി, ഒന്നിച്ച് ചെല്ല്. യാ ലത്തീഫ്, 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 യാ ലത്തീഫും ബിൽ ഇബാദ്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ഇതിന്റെ ചെലവെല്ലാം ഏറ്റെടുത്ത വലിയ മനസ്സുള്ളവരുണ്ട്. ഇതിന്റെ ചെലവെല്ലാം ഏറ്റെടുത്തവരുണ്ട്, ഇതിനു വേണ്ടി സംഭാവന തന്നവരുണ്ട്, ഇവിടെ ക്ഷീരണിക്കുള്ള സൗകര്യം ഒരുക്കിയവരുണ്ട്. ഇതിന്റെ വിജയത്തിന് വേണ്ടി പലരെയും ഞങ്ങളെ നേതാക്കള് കാണുമ്പോയപ്പോ ദാരിമി ഉസ്താദ്, ഫൈസി ഉസ്താദിനെ പോലെയുള്ള ഇതിന്റെ നേതാക്കളെ കാണാൻ ചെന്നപ്പോ മുത്തുനബി തങ്ങളെ പരിപാടിയാണെന്ന് ഓർത്തിട്ട് രണ്ട് കയ്യും നീട്ടി സഹായിച്ച ഒരുപാട് ആളുണ്ട്. ഉമ്മമാരെ, പെങ്ങന്മാരെ, നിങ്ങളെ ഭാഗത്തേക്ക് ഞങ്ങളെ കിടാവ് ബക്കറ്റുമായി വരുന്നുണ്ട്. കൊണ്ടുവന്നതിൽ വെച്ചിട്ട്
എടുത്തിട്ട് നല്ലൊരു പൈസ നല്ല നീയത്തിൽ അതിലേക്ക് ഇടണോ. നിങ്ങളെ മുറാദ് കരുതണോ, നിങ്ങളെ തടിയിലുള്ള രോഗം കരുതണോ, നിങ്ങളെ ആഹാരം കരുതണോ, മരിച്ചുപോയ ഉമ്മ ബാപ്പാനെ കരുതണോ. നല്ലൊരു പൈസ ബക്കറ്റിലേക്ക് മനസ്സറിഞ്ഞിട്ടിടണോ. മനസ്സ് പിടിച്ചലായിട്ട് വേണ്ട, മുത്തുനബി തങ്ങൾക്ക് വേണ്ടിയിട്ടിടണോ. അള്ളാഹു കൊടുത്തതിലും ബാക്കി വെച്ചതിലും ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ ചൊല്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സഹായിച്ചവരെ സഹകരിച്ചവരെ അല്ലാഹ് സഹായിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എപ്പോഴും ദുആരക്കുമ്പോ ആ നല്ല ദുആയിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണം. എന്നെയും എൻ്റെ കുടുംബത്തെയും ഇങ്ങോട്ടോക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ആ ദുആയിൽ ചേർക്കണം. ഇൻഷാ അല്ലാഹ് ഞങ്ങളെ എളിയ പ്രാർത്ഥനകളിൽ നല്ലവരായ നിങ്ങളെപ്പോഴും ഉണ്ടാവും. അള്ളാഹു സ്വാലിഹീങ്ങളെ ദുആയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ പരിപാടി നടത്താൻ നല്ല സൗകര്യം, വിശാല സൗകര്യം ഒരുക്കിയ ചരിത്ര പ്രസിദ്ധമായ നമ്മുടെ കിന്ന ജമാഅത്ത് കമ്മിറ്റി, നല്ല ക്ലിയർ ഉള്ള സൗണ്ട് ഒരുക്കി തന്ന നമ്മുടെ പ്രിയ കൂട്ടുകാരൻ, നല്ലൊരു ഓപ്പറേറ്ററും കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട അജ്മീർ ഹനീഫ്, അതുപോലെ തന്നെ നല്ല ക്ലാരിറ്റിയോടെ ലൈവ് സംവിധാനങ്ങളൊക്കെ ഒരുക്കിയ അതിന്റെ സംഘാടകർ, എല്ലാവർക്കും അല്ലാഹു ഖൈർ നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആരും പോകരുത്. ഉസ്താദ് മുസാഫത്തൊന്നും കൊണ്ട് തങ്ങൾ അങ്ങനൊന്നും കൊണ്ട് നിങ്ങത് ചെല്ലാതെ പിന്നെ ഞാൻ ഒരു അമ്പരപ്പാക്കുന്ന വേണ്ട. ഇൻഷാ അല്ലാഹ് ആരും പോകരുത്. 2 മണിക്കൂറിലേറെ അള്ളാന്റെ റസൂലിന്റെ മജ്ലിസിൽ ഇരുന്ന് നിങ്ങ മലായികത്തീങ്ങളോടൊപ്പം ഇരുന്ന് നിങ്ങ സ്വർഗത്തിന്റെ തോപ്പിൽ ഇരുന്ന്